സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷനോ നമുക്ക് ലഭിക്കുന്നുണ്ടോ എങ്കിൽ നമുക്കുള്ളതാണ് ഈ സന്തോഷ വാർത്ത. 1600 രൂപ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന 2500 ആ വാഗ്ദാനം പാലിക്കാൻ സർക്കാരിന് സാധിച്ചില്ല എങ്കിലും നമുക്ക് നൽകേണ്ട ആനുകൂല്യത്തിൽ 100 രൂപയുടെ വർധനമെങ്കിലും ഈ പ്രാവശ്യം ഏർപ്പെടുത്തുമെന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ ഒരു അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത്. ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിൽ തന്നെ സംസ്ഥാനത്ത് അവതരിപ്പിക്കുന്ന നിർണായക ബജറ്റിൽ ഇത് സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. മാർച്ച് മാസങ്ങളിലോ ഏപ്രിൽ മാസങ്ങളിലോ പുതുക്കിയ നിരക്കനുസരിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്നതുമാണ്. 2024 മാർച്ച് മാസം മുതൽ നമുക്ക് മുടങ്ങാതെ ഇപ്പോൾ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സർക്കാർ അതിനെ മറികടന്നാണ് ഇപ്പോൾ ആനുകൂല്യം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ ജനുവരിയിൽ നമുക്ക് 2 മാസത്തെ പെൻഷൻ ആനുകൂല്യം ലഭിക്കുകയും ചെയ്തു. ഇനി കുടിശ്ശികയായിട്ടുള്ളത് 4800 രൂപയാണ് ഒരാൾക്ക് സർക്കാർ നൽകാനുള്ളത്. അതും നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. അത് 2025-26 സാമ്പത്തിക വർഷത്തിൽ അത് ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആനുകൂല്യ വിതരണമെല്ലാം മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നതോടെ സർക്കാരിന് വലിയൊരു ആശ്വാസമായി മാറുകയും അത് സർക്കാരിന് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുകയും ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വലിയ വലിയ പ്രഖ്യാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യത്തിൻ്റെ വിതരണത്തിലേക്കൊക്കെ സർക്കാർ കടക്കുന്നത്. ഇനി അത് മാത്രമല്ല, സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഫെബ്രുവരി മാസത്തിന് ശേഷം സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്നവർക്ക് മറ്റ് സുപ്രധാന മാറ്റങ്ങൾ കൂടി വരുന്നുണ്ട്. അതായത് നമ്മളുടെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് പുതുക്കി സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം വരുന്നുണ്ട്. വാർഷിക വരുമാനം 1 ലക്ഷത്തിന് മുകളിലുള്ളവർക്ക് പെൻഷൻ നൽകാൻ നിലവിൽ വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ കൃത്യമായിട്ട് ഈ ഒരു രേഖകൾ സമർപ്പിച്ച അതിൽ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയാണ് എങ്കിൽ മാത്രമേ തുടർന്ന് നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ വർഷവും ഉണ്ടാകും. അത് ഏപ്രിൽ മാസത്തോടെയൊക്കെ ആയിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക, അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ആരംഭിക്കുക. ഇനി ഈ പെൻഷൻ വാങ്ങുന്നവരിൽ തന്നെ അഴിമതി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് മാസാമാസങ്ങളിലുള്ള മസ്റ്ററിംഗ് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് വേണ്ടി സർക്കാർ പറയുന്നുണ്ട്. അത് നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ജീവനക്കാർ ഈ തുക കൈമാറുന്ന സമയത്ത് ഒരു ബയോമെട്രിക് ഒതൻറ്റിക്കേഷനിലൂടെ ഇത് പൂർത്തിയാക്കുന്ന ക്രമീകരണമാണ് സർക്കാർ ആലോചിക്കുന്നത്. തദ്ദേശ വകുപ്പിൻ്റെയൊക്കെ പിന്തുണയോടെയാണ് ഈ ഒരു ക്രമീകരണം സംസ്ഥാനത്ത് ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അഴിമതി ഇല്ലാതായി അർഹതയുള്ള വ്യക്തികൾക്ക് മാത്രമായിട്ട് അവരുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും തുക ലഭ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിൽ വരും. ഇനി ഇപ്പോൾ നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നുണ്ട്. പെൻഷൻ സഹായങ്ങൾ ഇപ്പോൾ എല്ലാ മാസങ്ങളുടെയും 20-നും 30-നും ഇടയിലുള്ള തീയതികളിൽ കൃത്യസമയത്ത് തന്നെ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. വിശേഷ ദിവസങ്ങളിൽ നിശ്ചിത മാസങ്ങളിലെ ഗഡു ഒരുമിച്ച് നൽകുന്ന ഒരു സമ്പ്രദായം സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാ മാസങ്ങളിലും 1600 എന്ന നിരക്കിൽ തന്നെ ആനുകൂല്യങ്ങൾ നൽകുന്നതുമായിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സേവനയുടെ സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. ആനുകൂല്യം ഏത് സമയത്താണ് ലഭിച്ചത്, അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ സമർപ്പിക്കാനുണ്ടോ, ഇനി അതോടൊപ്പം തന്നെ ഈ പെൻഷൻ തുക ഏത് അക്കൗണ്ടിലേക്ക് വന്നു, എത്ര തുകയാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സേവനയുടെ സൈറ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. പെൻഷൻ വാങ്ങുന്നവർക്ക് വേണ്ടിയുള്ള സൈറ്റാണ് സേവന. അതുകൊണ്ട് തന്നെ സേവന പെൻഷൻ സിസ്റ്റത്തിൽ നമ്മളുടെ വിവരങ്ങൾ നമ്മുടെ പെൻഷനർ ഐഡിയോ ആധാർ ഉപയോഗിച്ച് ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഈ അറിയിപ്പുകൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. ഇതുപോലുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.